കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ നിക്ഷേപകന് പണം വൈകാതെ നൽകാമെന്ന് ഉറപ്പു നൽകി ബാങ്ക് അധികൃതർ. നിക്ഷേപ തുകയായ 72 ലക്ഷത്തിലെ 24 ലക്ഷം 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് ജോഷിക്ക് ഉറപ്പു നൽകി. രേഖാമൂലം എഴുതി നൽകണമെന്ന നിലപാടിലാണ് ജോഷി. പറഞ്ഞു പോയതാണ്. അന്ന് ഞാൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞെടുക്കുന്നത് ഒരാഴ്ചക്കുള്ള പണം തരാം, അതൊന്നും പാലിച്ചില്ല. എന്നെ ഇവിടെ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ പൈസ പറഞ്ഞു, നീ തൂങ്ങിച്ചെത്താലും എനിക്കൊരു ചുക്കും വരാനില്ല എന്നാണ് ഈ മാനേജർ വഹിച്ച് പറഞ്ഞത്. നമ്മളിവിടെ മാനേജറത്തിൽ വന്ന് ചോദിക്കാം, മറ്റവരൊന്നും വിളിച്ചെടുക്കില്ല. ശബരിദാസനായാലും രവീന്ദ്രനായാലും വിളിച്ചെടുക്കില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നിവൃത്തി കെട്ടു. ഹൈക്കോടതിയിൽ നമ്മൾ കേസ് പോയിട്ട് നമുക്കെതിരെ സർക്കാർ കേസെത്ര വാദിച്ചത് വരും. എന്ത് മോശം നോക്കാം. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, നാളെ തരാം എന്ന് പറഞ്ഞ് കുറേയായി പാവത്തിനെ പറ്റിക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇനിയും 2 ദിവസത്തിനകം പണം ഇത്രയും തിരിച്ചു നൽകുമെന്നാണോ പറയുന്നത്? 24 ലക്ഷം രൂപ. എന്തുകൊണ്ടാണ് ഈ എഴുതി നൽകണമെന്ന നിലപാടിൽ ജോഷി നിൽക്കുന്നത്? അത്രയും അടുത്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. തീർച്ചയായും എഴുതി നൽകണമെന്നൊരു നിലപാട് ജോഷി പറയാൻ കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാളെ തരാം എന്നുള്ള ബാങ്ക് അധികൃതരുടെ വാഗ്ദാനം മാത്രമാണ് ഇത്രയും നാൾ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുതി നൽകണമെന്ന, രേഖാമൂലം എഴുതി നൽകിയാൽ മാത്രം സമവായം ഒരു നിലപാടിലേക്ക് എത്തിയത്. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകനായ ജോഷി ഇന്ന് വൈകിട്ട് 4:45 മന്ത്രിയുടെ അറിയിപ്പിന്, മന്ത്രി VN വാസവന്റെ അറിയിപ്പിനെ തുടർന്ന് ബാങ്കിൽ പണം വാങ്ങുന്നതിന് വേണ്ടി എത്തിയത്. എന്നാൽ ബാങ്ക് ജീവനക്കാർ ഇതേക്കുറിച്ച് അറിവില്ലെന്നും ആണ് ഈ ജോഷിയോട് മറുപടി നൽകിയത്. ഇതോടെയാണ് നിക്ഷേപ തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന കാര്യവും ഒരു നിലപാട് ജോഷി എടുത്തത്. ഓഫീസിലെ ജീവനക്കാർ ഓഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇതോടെയായി ഓഫീസിൽ ഈ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിലാണ് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. പിന്നീട് ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാകേഷ് KR വിളിച്ചു വരുത്തുകയായിരുന്നു. ഇദ്ദേഹത്തുമായി പിന്നീട് ജോഷി ചർച്ച ചെയ്തതിനെ തുടർന്ന് ജോഷിയുടെ പേരിലുള്ള തുക, അതിന് വേണ്ട ചെക്ക് ഇന്ന് തന്നെ നൽകാം, അതിന്റെ തുകയും അടുത്ത ദിവസങ്ങളിൽ ബാങ്കിൽ നിന്ന് ലഭ്യമാക്കാമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനുള്ളിൽ നൽകാമെന്ന്, രേഖാമൂലം എഴുതി നൽകാമെന്നൊരു നിലപാടിലേക്കാണ് നിലവിൽ ബാങ്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എത്ര തുകയാണ് ആകെ തിരികെ നൽകേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കാരണം എന്തായാലും കുറെ നാളായി പണം നൽകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടി പറയുന്നുണ്ട്. ആ ദിവസത്തിനകമെങ്കിലും പണം നൽകുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. MS ലിഷോയായിരുന്നു വിവരങ്ങൾ നൽകിയത്.